അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ താരീഖിലെ 2ാമത്തെ പാഠാണ്. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് അഥവാ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലം. ഒന്നാമത്തെ പാഠത്തില് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ബാക്കിയാണ് 2ാമത്തെ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരിച്ചു, എന്തൊക്കെയാണ് ഭരണത്തിലെ പ്രധാന നേട്ടങ്ങള്, ആ കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പാഠം നോക്കാം. അപ്പൊ എല്ലാ കുട്ടികളും നമ്മുടെ ഫസ്റ്റ് പേജിലേക്ക് നോക്കുക. 2ാം പാഠത്തിന്റെ ഫസ്റ്റ് പേജിൽ ഒരു ബോക്സ് കാണല്ലേ. അതിൽ ഫസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും ഭരണകാലം. അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരിച്ചു എന്നാണ്, ഖലീഫയായിട്ട് എത്ര വർഷം ഭരിച്ചു എന്നാണ്. വളരെ കുറച്ച് വർഷമേ ഉള്ളൂ. എത്രയാണ്? ഹിജറ 11 to 13. അതായത് ബ്രാക്കറ്റിൽ നോക്കിയാൽ കാണാം 2 വർഷം 3 മാസം 8 ദിവസം. ഇതാണ് ആകെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ഭരിച്ചിട്ടുള്ള വർഷം എന്നുള്ളത് കേട്ടോ. ഇനി അടുത്തത് നോക്കി, പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അഥവാ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ സമാഹരണം അഥവാ ഖുർആൻ സമാഹരിച്ചു, ക്രോഡീകരിച്ചു. സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം. അതുപോലെ അടുത്തതാണ് കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. അതായത് അവസാനത്തെ പ്രവാചകനാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി വഫാത്തായിട്ട്, നബിയുടെ വഫാത്തിന് ശേഷമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കണേ. അപ്പൊ ആ സമയത്ത് നബി വഫാത്തായതിനു ശേഷം ഒരുപാട് ആളുകൾ എന്താവുണ്ട്, ഞാനാണ് അടുത്ത പ്രവാചകൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ നമ്മളെ പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോ ചർച്ച ചെയ്യാം. അഥവാ ഇനി ഒരു പ്രവാചകന്മാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്കെതിരെ എന്താവുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവർക്കെതിരെ. അതിൽ പ്രധാനപ്പെട്ട യുദ്ധാണ് യമാമ യുദ്ധം. കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു യുദ്ധാണ് യമാമ യുദ്ധം. അതൊക്കെ നമ്മളെ പാഠഭാഗത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി വഫാത്ത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്ത് ആയത് എന്താണ്? ഹിജറ 13 ജുമാദുൽ ആഖിറ 22 അഥവാ ക്രിസ്താബ്ദം, ക്രിസ്തു വർഷപ്രകാരം പറയാണ്ടെങ്കിൽ ക്രിസ്താബ്ദം 634 കേട്ടോ. അതാണ് വഫാത്തായ വർഷം. ഹിജറ വർഷം ഉണ്ട്, ക്രിസ്താബ്ദം 2 വർഷം, ക്രിസ്തു വർഷം 2 വർഷം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വഫാത്തായ വർഷം ഹിജറ 13, വഫാത്തായ മാസം ജുമാദുൽ ആഖിറ 22, അതുപോലെ ക്രിസ്തു വർഷം എന്നുള്ളത് 634. അപ്പൊ അതൊക്കെ പഠിക്കട്ടോ. ഇനി അബൂബക്കർ റളിയല്ലാഹുവിന്റെ മഖബറ എവിടെ സ്ഥിതി ചെയ്യണെന്നാണ് അടുത്തത് പറയുന്നത്. എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത് ഹുജറത്തു ഷരീഫയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ ബോക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, നല്ലോണം പഠിക്കണം. അഥവാ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലം പഠിക്കണം, പ്രധാന നേട്ടങ്ങൾ പഠിക്കണം, വഫാത്തായ വർഷവും മാസം, ഹിജറ വർഷം, ക്രിസ്തു വർഷവും പഠിക്കണം. അതുപോലെ മഖബറ എവിടെ സ്ഥിതി ചെയ്യണവും അതാണ് ഈ ബോക്സിന്ന് പഠിക്കാനുള്ളത്. നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ എല്ലാ മക്കളും. ഇനി ആ ബോക്സിന് താഴെയുള്ള പാരഗ്രാഫ് നോക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കുറഞ്ഞ കാലമായിരുന്നു എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിങ്ങളുടെ നേതാവാവുക എന്ന വലിയ ഉത്തരവാദിത്തം അവർ ഫലപ്രദമായി നിർവഹിച്ചു. അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ച് വർഷമുള്ള ഭരിച്ചിട്ടല്ലേ, 2 വർഷം 3 മാസം 8 ദിവസമുള്ള ആകെ ഭരിച്ചിട്ട്. അങ്ങനെ കുറച്ചു വർഷേ ഭരിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷത്തെ ആദ്യത്തെ ഖലീഫയാണല്ലോ. അങ്ങനെ ആദ്യത്തെ ഖലീഫായി വന്നിട്ട് മുസ്ലിങ്ങളുടെ നേതാവായിട്ട് അവരെ ഭരിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അത് നല്ല ഫലപ്രദമായിട്ട് എന്തായി, അദ്ദേഹം നിർവഹിച്ചു എന്നാണ് പറഞ്ഞത് കേട്ടോ. അക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എന്തായിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധിച്ചിട്ടുണ്ട്. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ നേട്ടങ്ങളാണ് പറയണത് കേട്ടോ. ഒന്നാമത്തെ പ്രധാന ഭരണ നേട്ടാണ് ഖുർആൻ സമാഹരണം എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ലേ. നോക്കുക, പാരഗ്രാഫ് നോക്കുക. ഹിജറ 12-ാം വർഷം നടന്ന യമാമ യുദ്ധത്തിൽ നിരവധി ഹാഫിളുകൾ ഷഹീദായി. അപ്പൊ ഖുർആൻ മനപ്പാടാക്കി ഒരുപാട് ഹാഫിളുകൾ ഷഹീദായി. അതുവരെ ഖുർആനൊന്നും ഇപ്പൊ നമ്മളെ കയ്യിൽ സുലഭമായിട്ട് ഒരുപാട് ഖുർആൻ ഉണ്ടല്ലോ അല്ലെ. നമ്മൾ പഠിക്കാൻ വരുന്ന എല്ലാവരെയൊക്കെ ഉണ്ട് ഖുർആൻ. നമ്മളെ വീട്ടിൽ ഒരുപാട് ഖുർആൻ ഉണ്ട്, ആകെ ഖുർആനാണ്. അങ്ങനൊന്നും പണ്ട് ഖുർആൻ ഉണ്ടായിരുന്നില്ല. ഖുർആന് കുറച്ച് കോപ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്തായി, ഹാഫിലിങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ യമാമ യുദ്ധത്തിൽ ഒരുപാട് ഹാഫിലിങ്ങൾ ഷഹീദായപ്പോ ബാക്കി നോക്കി ബുക്കില് അപ്പൊ മനസ്സിലാവും, കണ്ടില്ലേ.
അതിനാൽ ഖുർആൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നു വന്നു. ആ കാരണത്താലാണ് ഖുർആൻ ക്രോഡീകരിക്കണത്. ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ സമാഹരിക്കണമെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ എങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഖുർആൻ ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, ആ രൂപത്തിലാക്കാന്നുള്ളത്. അപ്പൊ നബി ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യാന്നുള്ളത് എന്താവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചാണ്. എന്ന് പറഞ്ഞു നിരസിച്ചെങ്കിലും അഥവാ അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കിയെങ്കിലും ഒടുവിൽ അവർക്കും അതിന്റെ അനിവാര്യത ബോധ്യമായി. അഥവാ അവസാനം ഓൽക്കും മനസ്സിലായി, അബൂബക്കർ റളിയല്ലാഹു അൻഹും മനസ്സിലായി, ഈ ഖുർആൻ എന്താണ് ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള രൂപത്തില് ക്രോഡീകരിക്കന്നെ വേണം. അല്ലെങ്കിൽ നമ്മുടെ തലമുറക്ക്, അവർക്ക് ശേഷം വരുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഖുർആൻ എത്തണല്ലോ. അല്ലെങ്കിൽ എല്ലാ ഹാഫിളുമാരും ഷഹീദായാലും പിന്നെ ഖുർആൻ ഉണ്ടാവൂല. അങ്ങനെയാണ് എന്താവണത്, ഖുർആന് ക്രോഡീകരിക്കുന്നത് കേട്ടോ. തുടർന്ന് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിന്റെ കീഴിൽ ഖുർആൻ സമാഹരണം നടന്നു. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്, മുർത്തദ്ദുകൾക്കെതിരെ ഉള്ള അബൂബക്കർ റളിയല്ലാഹുവിന്റെ പോരാട്ടം. അതാണ് പറയുന്നത്, മുർത്തദ്ദുകൾക്കെതിരെ. മുർത്തദ്ദുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ആരാ നമ്മൾ മനസ്സിലാക്കണം. അതായത് ആദ്യം ഒരു മുസ്ലിങ്ങളെക്കാരം, പിന്നെ ഓല് ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക് പോവുക. അതിനാണ് എന്തെന്ന് പറയാ, മുർത്തദ് എന്ന് പറയാട്ടോ. ഇനി നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ചില ഗോത്രങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ച് മുർത്തദ്ദുകളായി. അപ്പൊ നബിയുടെ കാലത്തോലായിരുന്നു മുസ്ലിങ്ങളെന്നു. പക്ഷെ നബി വഫാത്ത് പോയപ്പോൾ എന്തായി, ഇസ്ലാം ഉപേക്ഷിച്ച് വേറെ മതങ്ങൾക്ക് പോയി. അപ്പോൽക്ക് പറയണ പേരാണ് എന്ത്, മുർത്തദ് എന്നുള്ളത്. അങ്ങനെ ഒരു മുർത്തദ്ദുകളായി. ചിലർ കള്ളപ്രവാചകന്മാരെ പിന്തുടർന്നു. അവസാനം ഇനി ഒരു പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞല്ലോ, അവസാന പ്രവാചകൻ നമ്മുടെ നബിയാണ് പറഞ്ഞു, ഇനി ഒരു പ്രവാചകനും വരാനില്ലായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാരെന്തായി, നബിക്ക് ശേഷം ഞാനാണ് പ്രവാചകൻ പറഞ്ഞു വന്നു. അപ്പൊ കുറെ ആൾക്കാർ ഓലെ പിന്നാലെ കൂടി ഒരു പ്രവാചകനെ എഴുതിയിട്ട്. മറ്റു ചിലർ സക്കാത്ത് നിഷേധിച്ചു. നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ടാണല്ലോ സക്കാത്ത്. അതെന്തായി, കുറച്ചാൾക്കാരാവും നിഷേധിച്ചു. അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ധീരമായ സൈനിക നടപടിയിലൂടെ അവരെ പരാജയപ്പെടുത്തി. അഥവാ കള്ളപ്രവാചകന്മാരോട്ട് യുദ്ധം നടത്തി, അതുപോലെ സക്കാത്ത് നിഷേധിച്ചവരേക്ക് യുദ്ധം നടത്തി, ഓലൊക്കെ എന്തായി, സൈനിക നടപടിയിലൂടെ പരാജയപ്പെടുത്തി. ഇതോടെ പല മുർത്തദ്ദുകളും തിരിച്ചു വന്നു. അഥവാ ഇസ്ലാമെന്ന് പോയി മുർത്തദ്ദായ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഓലക്ക് ഇസ്ലാമിലേക്ക് തന്നെ വന്നു. ഓൽക്ക് മനസ്സിലായി, ഇത് തന്നെയാണ് ശരിയെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായി, ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു. സക്കാത്ത് നിഷേധികൾ അവരുടെ നിലപാടിൽ നിന്ന് പിന്മാറി. അഥവാ സക്കാത്ത് നിഷേധിച്ച ആൾക്കാരൊക്കെ സക്കാത്ത് കൊടുക്കല് തുടങ്ങി. അത് തെറ്റാണ് സക്കാത്ത് കൊടുക്കാതിരിക്കൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഓലൊക്കെ സക്കാത്ത് കൊടുക്കല് തുടങ്ങി. ഇനി അടുത്തതാണ് കള്ളപ്രവാചകന്മാരോടുള്ള അബൂബക്കർ റളിയല്ലാഹുവിന്റെ പോരാട്ടം. അപ്പൊ പുസ്തകത്തിൽ ശ്രദ്ധിക്കട്ടോ. അവസാനത്തെ പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതായത് നമ്മുടെ നബി എന്താണ്, അവസാനത്തെ പ്രവാചകനാണ്, നമ്മൾ പഠിച്ചതല്ലേ. എന്നാൽ ചില കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നു. നബി വഫാത്തായതിനു ശേഷം കുറച്ചാൾക്കാരെന്തായി, ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞങ്ങാണ്ട് രംഗത്ത് വന്നു. അപ്പൊ ഓൽക്ക് പറയുന്ന പേരാണ് കള്ളപ്രവാചകന്മാര് എന്നിട്ടോ. മുസൈലിമത്തുൽ കല്ലാബ്, അതുപോലെ തുലൈഹ, അസ്വദുൽ അനസി, സജ്ജാഹ് തുടങ്ങിയവർ അവരിൽ പ്രധാനികളായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട നാലാൾക്കാരുടെ പേര് ഇവിടെ പറഞ്ഞു, മുസൈലിമത്തുൽ കല്ലാബ്, തുലൈഹ, അസ്വദുൽ അനസി, സജ്ജാഹ്. ഇങ്ങനെ നാലാൾക്കാര് ഒരു പ്രവാചകന്മാരാണ് വന്നു. അവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോരാട്ടം നടത്തി വിജയിച്ചു. അഥവാ അവർക്കെതിരെ യുദ്ധം നടത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു വിജയിച്ചു. മുസൈലിമത്തുൽ കല്ലാബിനെതിരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ യമാമയിൽ വെച്ച് നടന്ന യുദ്ധം ഇതിൽ പ്രസിദ്ധമാണ്. അപ്പൊ ഈ കള്ളപ്രവാചകന്മാർക്കെതിരെ നടന്ന യുദ്ധത്തിൽ ഏറ്റവും പ്രസിദ്ധമായ യുദ്ധമാണ് യമാമ യുദ്ധം. ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത ആരേന്നു, ഖാലിദ് ബിൻ വലീദ്. അപ്പൊ അത് മറക്കാതിരിക്ക. ആർക്കെതിരെയെന്ന് ആ യുദ്ധം എന്നറിയില്ലേ, മുസൈലിമത്തുൽ കല്ലാബ് എന്ന കള്ളപ്രവാചകൻക്കെതിരെയെന്നു ആ യുദ്ധം. ഇനി അവസാനത്തെ പാരഗ്രാഫ് നോക്കുക, പിൻഗാമിയായി ഉമർ. അപ്പൊ നമ്മൾ പഠിച്ചു ഫസ്റ്റ് തന്നെ പുസ്തകത്തിലെ ആ ബോക്സിൽ പഠിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായി അല്ലേ. അപ്പൊ വഫാത്തായാൽ ഇനി അടുത്ത ഖലീഫ ആണല്ലോ. അതാണ് ഇനി പറയുന്നത്. ഖിലാഫത്തിന്റെ അവസാന കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി. പല പ്രമുഖരായ സ്വഹാബികളെയും അരികിലേക്ക് വിളിച്ചു വരുത്തി ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തേടി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, എന്റെ ശേഷം
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും ഖലീഫ. നിങ്ങൾ അദ്ദേഹത്തിന് വഴിപ്പെടണം. അഥവാ അദ്ദേഹം രോഗിയായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഇപ്പൊ നമ്മളെ വരിയിലൊക്കെ ഉണ്ടാവില്ല, രോഗിയായാലും തീരെ നീച്ചിക്കാൻ വയ്ക്കൂല അല്ലെ, ഒരു പണിക്കും വയ്ക്കാത്ത ആൾക്കാര്. അതേമാതിരി അദ്ദേഹത്തിന് രോഗം വന്നു. അപ്പൊ അദ്ദേഹം പ്രധാനപ്പെട്ട സ്വഹാബികളൊക്കെ എന്തായി വീട്ടിക്ക് വിളിച്ചിട്ട് ഓരോട് ചോദിച്ചു, ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു. നല്ല ആളല്ലേ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു മരിക്കുന്നതിന് മുമ്പ്, എന്റെ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും ഖലീഫ, നിങ്ങൾ അദ്ദേഹത്തിനെ വഴിപ്പെടണം എന്ന്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിന്റെ പിൻഗാമി ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. ഇതാണ് ഈ പാഠത്തിൽ ആകെ പഠിക്കാനുള്ളത് ട്ടോ. ഇനി മുർത്തദ് എന്ന് പറഞ്ഞാല് ആരാണെന്ന് പറയുന്നുണ്ട്. കണ്ടല്ലോ തദ്രീബാത്തിന്റെ മേലെ. ആരാണ്? മുസ്ലിം ആയ ശേഷം ഇസ്ലാം ഉപേക്ഷിച്ചവർക്കാണ് മുർത്തദ് എന്ന് പറയുക. അഥവാ ആദ്യം ഒരു മുസ്ലിമേക്കാരൻ, പിന്നെ മുസ്ലിം ഇസ്ലാം മതം ഉപേക്ഷിച്ച് വേറെ മതങ്ങളിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ ഒരു മതം ഇല്ലാതിരിക്കുക, ഇതിനാണ് എന്തെന്ന് പറയാ? മുർത്തദ് എന്ന് പറയാം ട്ടോ. രണ്ടാമത്തത് ഹാഫിളുകൾ എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത്. ആരാണ്? വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയവർക്കാണ് ഹാഫിളുകൾ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയണല്ലോ അല്ലേ? ഇനി നമുക്ക് തദ്രീബാത്തുകൾ നോക്കട്ടോ. അതുപോലെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ അതിന്റെ ഒപ്പം നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഉത്തരം പറയുക അല്ലെ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് എത്ര വർഷമായിരുന്നു? എത്ര വർഷമാണ് നമ്മൾ പഠിച്ചത്? 2 വർഷം, അതുപോലെ 3 മാസം 8 ദിവസം, അഥവാ ഹിജ്റ 11-13 അല്ലെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഖുർആൻ സമാഹരിക്കാൻ ഖലീഫ നിയോഗിച്ച സ്വഹാബി ആരാണ്? ആരെയാണ് നിയോഗിച്ചത് ഖുർആൻ സമാഹരിക്കാൻ? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയായി വന്നത് ആരായിരുന്നു? ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യമാണ്, ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങളാട്ടോ. കള്ളപ്രവാചകന്മാർ ആരൊക്കെയാന്നുള്ളത്. ആരൊക്കെയാണ്? മുസൈലിമത്തുൽ കദ്ദാബ്, തുലൈഹ, അതുപോലെ അസ്വദുൽ അനസി, സജാഹ്. അപ്പൊ അവരുടെ പേരൊക്കെ പഠിച്ചു വെക്കട്ടോ. യമാമ യുദ്ധം നടന്ന വർഷം എന്നാണ്? എന്നാണ് യമാമ യുദ്ധം നടന്നത്? ഹിജ്റ 12-ാം വർഷത്തിലാണ് യമാമ യുദ്ധം നടന്നത്. ഖുർആൻ സമാഹരിക്കണമെന്ന് ഉമർ റളിയല്ലാഹുവിന്റെ നിർദ്ദേശത്തോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം പ്രതികരിച്ചത് എങ്ങനെ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ ഖുർആന് സമാഹരിക്കണമെന്ന്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യം എന്താ പറഞ്ഞത് എന്നുള്ളത്. എന്താ പറഞ്ഞത്? നബി ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യുകയോ എന്ന് പറഞ്ഞ് നിരസിച്ചു. ഇനി ഇതിലെ അടുത്ത ചോദ്യമാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ എന്തൊക്കെയാന്നുള്ളത്. എന്തൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് ബോക്സ് പഠിച്ചില്ലേ? ഖുർആൻ സമാഹരണം, സക്കാത്ത് നിഷേധികൾക്കെതിരെയുള്ള പോരാട്ടം, കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പ്രതിരോധം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഖുർആൻ സമാഹരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആരാണ്? ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ തൊട്ടടുത്ത് ഹിജറത്തു ഷരീഫയിലാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഇനി പൂരിപ്പിക്കാനുള്ളതാണ്, യമാമ യുദ്ധത്തിൽ പല ഡാഷ് ഷഹീദായി. ആരാ ഷഹീദായത്? പല ഹാഫിളുകളും ഷഹീദായി. രണ്ടാമത്തത്, മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധത്തിന്റെ നായകൻ ഡാഷ് ആയിരുന്നു. ആരായിരുന്നു? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചക പരമ്പരയിലെ അവസാന കണ്ണിയാണ് ആര്? അതായത് അവസാനത്തെ പ്രവാചകനാണ് ആര്? ആരാണ് അവസാനത്തെ പ്രവാചകൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അസ്സലാമു അലൈക്കും.